ഒരാഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ കൂടെയുള്ള ഒരാളെ പുറത്തേക്ക് ആക്കുക എന്നതായിരിക്കും എപ്പോഴും ഒരു മത്സരാർത്ഥിയുടെ ലക്ഷ്യം. ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് എത്തിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ, ആക്റ്റീവ് അല്ലാത്ത ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ്. എന്നിരുന്നാലും ഇതൊരു ഷോ ആണ്. ഹായ് ഹലോ, വെൽക്കം ടു BB ടോക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച എലിമിനേഷൻ വന്നിട്ടുള്ള മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽസുകളാണ്. എന്തുകൊണ്ടായിരിക്കാം അവർ ഈ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ അവരുടെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടുള്ള ആളാണ് ഋഷി, നമ്മുടെ പ്രിയപ്പെട്ട മുടിയൻ. നമുക്കറിയാം, മുടിയൻ്റെ ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആളുടെ ആക്ടിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് കാരണവും ഇതൊക്കെ തന്നെയാവാം. നിലവിൽ ഒരാഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ ആഴ്ച ബിഗ് ബോസിനുള്ളിൽ അദ്ദേഹത്തിനെ എലിമിനേഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എലിമിനേഷനിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പുറത്തുനിന്ന് കാണുന്ന ഒരു മത്സരാർത്ഥി പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഋഷി അത്ര ഇനാക്റ്റീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ബിഗ് ബോസ് ഒരു ഷോ ആണ്. അവിടെ കൂടെയുള്ള ഒരാളെ പുറത്തേക്ക് ആക്കുക എന്നതായിരിക്കും എപ്പോഴും ഒരു മത്സരാർത്ഥിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഒരു പക്ഷേ അതുമാകാം, ഒരു പ്ലാനിങ് ആകാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ടെലികാസ്റ്റിൽ കാണുന്നതിനേക്കാളും ഉപരി 24 hours കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു മാനറും വെച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിനെ എലിമിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഋഷി നിലവിൽ ഈ ആഴ്ച എലിമിനേഷനാണ് ഉള്ളത്. അടുത്തതായിട്ട് വരുന്ന മത്സരാർത്ഥിയാണ് റസ്മിൻ ബായ്. കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എൻട്രി ചെയ്ത വ്യക്തിയാണ് റസ്മിൻ ബായ്. റസ്മിൻ ബായ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അദ്ദേഹം ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിനുള്ളിൽ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല സിറ്റുവേഷനിലും ഭയങ്കര ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ കൃത്യമായിട്ട് തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും, ദേഷ്യപ്പെടുന്ന സമയങ്ങളിൽ വളരെ കാര്യമായിട്ട് ദേഷ്യപ്പെട്ട് തന്നെ വ്യക്തികളോട് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. 2 കോമണർ മത്സരാർത്ഥിയാണ് ഈ തവണ ബിഗ് ബോസിലുള്ളത്, നിഷാനയും രശ്മിൻ ബായും. രശ്മിൻ ബായിയുടെ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി വരുന്നത് നിഷാനയാണ്. നിഷാനയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇനാക്റ്റീവാണ്. കാരണം ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അർഹതയില്ലാതാണ് ഞാനിവിടെ നിൽക്കുന്നത്. രതീഷ് ഔട്ടായ സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്, രതീഷിനു പകരം എന്നെ ഔട്ടാക്കിക്കൊള്ളൂ എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ അവിടെ വാൺ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അതായത് നിഷാന കൊടുക്കുന്ന മറുപടി, ഞാനിവിടെ വന്നത് ബോളുകളെയും കളികളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കരുതിയിട്ടാണ് വന്നതെന്ന്. പക്ഷെ ആ മറുപടിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തതയില്ലാത്തതാണ്. മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ല. വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോട് കൂടി ബിഗ് ബോസ് എന്ന ഷോയിൽ മത്സരിക്കാൻ വന്ന വ്യക്തി എന്ന നിലയിലാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത്. അതായത് നിഷാന അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും നിഷാന അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് പകരം ഞാൻ പോകാമായിരുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കാരണം ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കോമണർ മത്സരാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ മറ്റുള്ള ഒരാളുടെ അവസരമാണ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയ അവസരം യൂസ് ചെയ്യാൻ കഴിയാതെ എനിക്ക് പകരം അല്ലെങ്കിൽ വേറൊരാൾക്ക് പകരം ഞാൻ പുറത്തു പോകാം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മോശമായിട്ടുള്ള കാര്യം എന്നതിനേക്കാൾ ഉപരി അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി ബിഗ് ബോസിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. ആ ഒരു തീരുമാനം സഹമത്സരാർത്ഥികൾ പ്രേക്ഷകർക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പിന്നെ ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. അടുത്തതായിട്ട് എലിമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് സുരേഷാണ്. സുരേഷിനെ നമുക്കറിയാം, ഭ്രമരം എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ച് ആ മേഖലയിൽ തന്നെ തിളങ്ങി. ഹിന്ദിയിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കരിയർ കൊണ്ടുപോയിട്ടുള്ളത്. അവതാരകനായിട്ടും അഭിനേതാവായിട്ടും മറ്റും സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ടും ഒക്കെ അദ്ദേഹം തിളങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ടുള്ളപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു സെലിബ്രിറ്റി ആയിട്ട് അവിടെ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. സ്വയമേ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആകെപ്പാടെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാങ്ക് കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുമ്പോൾ ഒരു സ്വന്തം കണ്ടന്റ് അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ കാണിക്കണം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടന്റ് ഉണ്ടായോ എന്ന് ഒരു ചിന്ത നമ്മൾ പല പ്രേക്ഷകർക്കും ഉണ്ടാവും. എന്നിരുന്നാലും അദ്ദേഹം ഈ ആഴ്ച എലിമിനേഷനാണ് ഉള്ളത്. അപ്പം അദ്ദേഹത്തിന് അവിടെ നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആഴ്ചയിലത്തെ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ വലിയൊരു കണ്ടന്റ് പ്രേക്ഷകർക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സുജോയാണ്. സുജോ ഈ ആഴ്ച എലിമിനേഷനിലാണ് ഉള്ളത്. സുജോയെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോസും റിവ്യൂ വീഡിയോസും എല്ലാം പറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് എത്തിയ വ്യക്തിയാണ്. മാത്രമല്ല കോവിഡ് ടൈമിലാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയത്. നമ്മളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നതും നമ്മൾ സുജോ എന്ന വ്യക്തിയെ അറിയുന്നതും ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. പുറത്തുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം BBയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ബിഗ് ബോസ് ഷോയിൽ ഈ ആഴ്ചയിലെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സുജോ നല്ല രീതിയിൽ കണ്ടന്റും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ BB ഹൗസിലുള്ള മത്സരാർത്ഥികൾ അദ്ദേഹത്തിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള റീസണിൽ പ്രധാനമായിട്ടും പറയുന്നത് അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു മത്സരാർത്ഥിയാണ്, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഒരു തടസ്സമാകും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ ആകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ആഴ്ച എലിമിനേഷനിലേക്ക് ഇടുന്നത് എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ള മത്സരാർത്ഥികൾക്ക് അങ്ങനെയും ചിന്തിക്കാൻ പറ്റും. കാരണം നമുക്ക് കോമ്പറ്റീറ്റർ ആകാൻ സാധ്യതയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഒരുപാട് കൊടുക്കുന്ന ആൾക്കാരെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണ് BBയുടെ ഒരു റൂൾസും അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യവും. അതായത് നമുക്ക് കോമ്പറ്റീറ്റർ ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് പുറത്ത് കളയാണെങ്കിൽ നമ്മുടെ വേ ഈസി ആവില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ബിഗ് ബോസ് ഷോ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിലവിൽ സിജോയും എലിമിനേഷൻ ലിസ്റ്റിലാണ് ഉള്ളത്. ഇനി എലിമിനേഷൻ ലിസ്റ്റിലുള്ളത് റോക്കിയാണ്. റോക്കിനെ നമുക്കറിയാം ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്, പിന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. മാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് റോക്കിനെ കണ്ടിരിക്കുന്നത് അനു ജോസഫിൻ്റെ പാർട്ട്ണർ, അതായത് ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിലാണ് നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഒരു ടാറ്റു ആർട്ടിസ്റ്റ് കൂടിയാണ്. നിലവിൽ ബിഗ് ബോസ് ജേണി അദ്ദേഹത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും എല്ലാ തരത്തിലും കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു ഷോയാണ്. ഷോയിൽ നമ്മുടെ യാത്രയിൽ തടസ്സം നിൽക്കുന്ന ആളെ ഏറ്റവും ആദ്യം പുറത്താക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും മത്സരാർത്ഥികൾക്കുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് റോക്കി ഈ ആഴ്ച എലിമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിനെ നിലനിർത്തണോ വേണ്ടിയോ എന്ന് നിർണ്ണയിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജേണി നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന, എന്നാൽ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലും അനാവശ്യമായിട്ടുള്ള ശബ്ദമുയർത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിലത്തെ എലിമിനേഷൻ ലിസ്റ്റ് നോക്കുമ്പോൾ റോക്കിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി വരുന്നത് നോറയാണ്. കോഴിക്കോടുകാരി യൂട്യൂബർ നോറയാണ് ഉള്ളത്. യൂട്യൂബർ മാത്രമല്ല, ആളൊരു സ്ട്രീമർ കൂടിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് നോറയുടേത്. മാത്രമല്ല കോഴിക്കോടുകാരിയുടെ ഒരു സംസാര ശൈലിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോറയിൽ കാണാൻ പറ്റും. അതിനേക്കാളും ഉപരി ചെറിയ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് എത്തിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നോറയുടെ ലൈഫ് സ്റ്റോറി കാണാനും പറ്റും. ഇവിടെ നോറയും ആക്റ്റീവ് അല്ലാത്ത ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ഈ എലിമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. പക്ഷേ നോറയുടെ ഭാഗത്തുനിന്നും കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. നോറ പല സ്ഥലങ്ങളിലും ശബ്ദമുയർത്തുന്നുണ്ട്. ഒരു പക്ഷേ അത് ആവശ്യത്തിനായിരുന്നോ അനാവശ്യത്തിനാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പം ബിഗ് ബോസിനുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരണം, പക്ഷേ ആവശ്യമുള്ള കാര്യത്തിനായിരിക്കണം. എല്ലാ കാര്യത്തിനും കയറി പൊട്ടിത്തെറി മാത്രമായിട്ട് മാറാൻ പാടില്ല. നമ്മളവിടെ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അത് ആളുകളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിലവിലത്തെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എലിമിനേഷൻ ലിസ്റ്റിൽ നോറയും ഇപ്പോൾ ഉണ്ട്. അടുത്ത മത്സരാർത്ഥി ജിൻഡോയാണ്. ജിൻഡോ ബോഡി ക്രാഫ്റ്റാണ്. അദ്ദേഹം ബിഗ് ബോസ് ഷോയിനുള്ളിൽ ഭയങ്കര നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. എങ്കിൽ പോലും അവിടെ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ പറയുന്നത്
വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നത്. അനാവശ്യമായിട്ട് വായിൽ നിന്ന് തെറി വാക്കുകൾ വരുന്നു, അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നു, സ്ത്രീകളും ഒക്കെ ഇരിക്കെ തന്നെ മോശമായിട്ടുള്ള വാക്കുകൾ, തെറി വാക്കുകൾ ഉപയോഗിക്കുന്നു, പരിസര ബോധമില്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ പുറത്തുള്ള ജിൻഡോയുടെ ആരാധകരുടെ പക്ഷം നോക്കുമ്പോൾ ജിൻഡോ ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ കണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥി എന്നുള്ള അഭിപ്രായം വരുന്നില്ല. ഇതെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് ബിഗ് ബോസ് എന്ന ഷോയും അതേപോലെ തന്നെ പുറത്തുള്ള പ്രേക്ഷകരാണ്. നമ്മുടെ സൈഡിൽ നിന്നും നോക്കുമ്പോൾ ജിൻഡോയുടെ പെർഫോമൻസ് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ടോ, എത്തേണ്ട രീതിയിൽ മറ്റാളുകളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി എന്ന നിലയിൽ സഹമത്സരാർത്ഥികളുടെ വോട്ടോട് കൂടിയിട്ട് അദ്ദേഹം നിലവിൽ ഇപ്പം എലിമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇത്രയും ആളുകളാണ് നിലവിൽ ഈ വീക്കിലെ എലിമിനേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ആരാണ്, അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഉത്തരവാദിത്വമാണ്. അവിടെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് കറക്റ്റായിട്ട് പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന ഷോയാണ്. അതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന പ്രേക്ഷകർ എന്ന നിലയിൽ നിലവിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എലിമിനേഷൻ ആയിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികളെ കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം വഴിയെ കണ്ടറിയാം.